നമസ്കാരം. ജാൻമണി ദാസ് ബിഗ് ബോസ് ഷോയിൽ പറഞ്ഞ പല പ്രസ്താവനകളും തെറ്റായിരുന്നുവെന്ന് അഭിഷേക് ജയദീപ്. ഷോയിലേക്ക് വരുമ്പോഴും ഷോയിൽ വെച്ച് ജാൻമണിയോട് തന്നെയും ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ജാൻമണി അംഗീകരിക്കില്ല. അവർ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതിൽ പലതും കട്ട് ചെയ്തു പോയിട്ടുണ്ടെന്നും ഫിൽമി ബീറ്റ് മലയാളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ അഭിഷേക് ജയദീപ് പറയുന്നു. നോറയെ കുറിച്ച് ഐ വിൽ ഫിനിഷ് ഹർ ലൈഫ് എന്ന് ജാൻമണി പറഞ്ഞിരുന്നു. ഇത് തെറ്റാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ ജാൻ എന്നോട് പറഞ്ഞത്, അഭിഷേക്, നിങ്ങൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ്, ഞാൻ കൊല്ലങ്ങളായി ഇവിടെ ഉള്ളതാണ്, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എന്നായിരുന്നു. അതായത് ഞാൻ ഒന്നുമല്ല എന്ന രീതിയിലായിരുന്നു അവരുടെ സംസാരം. ക്യാമറയുടെ മുന്നിൽ വെച്ച് വലിയ വലിയ സെലിബ്രിറ്റികളുടെ ചെകിടത്തടിച്ചിട്ടുള്ള വ്യക്തിയാണ് ജാൻമണി. എനിക്കാണോ നോറ പോലത്തെ ഒരു പെണ്ണ് എന്നും അവർ ചോദിച്ചിരുന്നു. അതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. ഇതിനെതിരെ ഞാൻ ചൂടാകുകയും ചെയ്തെങ്കിലും അതും പുറത്തു വന്നില്ല. ഇതെല്ലാം കൊണ്ടാണ് ഒരു ടാസ്കിൽ എനിക്ക് 5ാം സ്ഥാനവും എനിക്ക് എതിരെ നിന്ന അഭിഷേക് ശ്രീകുമാറിന് 1ാം സ്ഥാനവും കൊടുത്തതെന്നും അഭിഷേക് ജയദീപ് പറയുന്നു. ആണുങ്ങളെ പോലെ കളിക്കുന്ന ഡയലോഗ് ഗബ്രി അടിക്കാറുണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അവൻ സോറി പറഞ്ഞു. പിന്നെ ഗബ്രിയുടെ പല പോയിന്റുകളും ഞാൻ നോട്ട് ചെയ്തു വെച്ചിരുന്നു. അതെല്ലാം കൂടെ അവസാന ദിവസമാണ് പൊട്ടിയത്. ജിൻഡോയുടെ കാര്യത്തിലും പറയുന്ന വാക്കുകൾ തന്നെയാണ് പ്രശ്നം. ജാസ്മിന്റെ ഒരു ഇന്നർവെയർ പ്രശ്നമൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. സത്യത്തിൽ ബിഗ് ബോസ് വീടിന് അകത്ത് വലിയ പ്രശ്നമുള്ള ആളല്ല ജിൻഡോ. അവൻ എന്തൊക്കെയോ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അതായത് ഭയങ്കരനായ ഒരു നെഗറ്റീവ് ക്യാരക്ടർ അല്ല ജിൻഡോ. അവിടെ പലരും വെറുതെ തല്ലുകൂടുകയാണ്. ചിലർക്കൊക്കെ വേണ്ടത് ഫൈറ്റ് മാത്രമാണ്. ഷോയിൽ മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ ഷോയിൽ എത്തിയതിനു ശേഷം വളരെ മോശമായ രീതിയിലുള്ള വാക്കുകളൊന്നും ആരും പ്രയോഗിച്ചതായി കണ്ടിട്ടില്ല. ഒരിക്കൽ ഗബ്രി എന്തോ അവിടെ പോയി കുനിഞ്ഞു നിൽക്കെന്നോ ഇവിടെ പോയി കുനിഞ്ഞു നിൽക്കെന്നോ പറഞ്ഞിരുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടിയാണ് ഞാൻ ഗബ്രിയെ നോമിനേറ്റ് ചെയ്യുന്നത്. അതല്ലാതെ അത്ര മോശം വാക്കുകളൊന്നും പിന്നീട് ആരും ഉപയോഗിച്ച് കണ്ടില്ല. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ബിഗ് ബോസിന്റെ വാണിംഗ് ലഭിക്കും. അടുത്തതായി പുറത്താകുന്നതായിരിക്കുമെന്നും അഭിഷേക് ജയദീപ് പറയുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പോകാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.